ഹായ് ഫ്രണ്ട്സ്, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇതൊരു ബക്ലാവ റെസിപ്പിയാണ്. ബക്ലാവ സാധാരണ ഫില്ലോ ഡോ വെച്ചിട്ടാണ് ചെയ്യുക. ഫില്ലോ ഡോ ഇല്ല, ഇവിടെ നാട്ടിലെല്ലായിടത്തൊന്നും കിട്ടാൻ അതിന് വഴിയില്ല. ചില സമയത്തേ കിട്ടാറുള്ളൂ, അത് ചില ഷോപ്പിൽ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിയോസിസ് കോർണർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, എണ്ണയൊന്നും ഇല്ലാണ്ട് റോസ്റ്റ് ചെയ്യുക. അതൊന്ന് പൊടിച്ച് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തൊക്കെ കയ്യിലുണ്ടോ അതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് തരിതരിപ്പോട് വേണം നമുക്കത് പൊടിച്ച് വെക്കാൻ. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ചെറിയ കഷ്ണം കറുവപ്പട്ടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിക്കുക. അതുപോലെ തന്നെ അരമുറി നാരങ്ങയുടെ പകുതി അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയും റോസ് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞ് വീണ്ടും 2-3 മിനിറ്റ് തിളപ്പിച്ച ശേഷം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ്. ഇത്രയും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇവിടെ സമൂസ ഷീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സമൂസ ഷീറ്റിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺസോൾട്ടഡ് ബട്ടർ വേണം. ബട്ടർ ഒന്ന് ഉരുക്കി വെക്കണം, ഉപ്പില്ലാത്ത ബട്ടർ കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് ഓരോന്നും മാറി വെച്ച് 2 സൈഡിലും നമ്മൾ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ആ നട്ട്സ് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വലിയൊരു ട്രേ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം തന്നെ നമുക്ക് 4-5 ഷീറ്റുകളിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ ബട്ടർ ബ്രഷ് ചെയ്യാം, അത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിലും കൂടി ബ്രഷ് ചെയ്യാം. അങ്ങനെ എല്ലാ ഷീറ്റ്സിലും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഒരു 4-5 എണ്ണം ഒരുമിച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിൽ കൂടി ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തരിതരുന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഷീറ്റിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട ശേഷം നമ്മൾ ഏറ്റവും ചുരുങ്ങിയ അതായത് ഏറ്റവും തിന്നായിട്ട്, എത്രത്തോളം തിന്നായിട്ട് നമുക്ക് മടക്കാൻ പറ്റും അതിൻ്റെ ആ റോള് അടുപ്പിച്ച് നമ്മൾ മടക്കില്ലേ, അങ്ങനെ മടക്കിയെടുക്കണം. അങ്ങനെ മടക്കിയെടുത്ത ശേഷം നമ്മളതൊന്ന് ഹാഫായിട്ട് മുറിച്ച് വെക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഷീറ്റുകളെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അതുപോലെ ഏത് ട്രേയിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് അതും കൂടി ഒന്ന് ബട്ടർ കൊണ്ട് ബ്രഷ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ സമൂസ ഷീറ്റിലും ഇതുപോലെ 2 സൈഡിൽ ബട്ടർ ബ്രഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നട്ട്സ് ഇട്ട് അതൊന്ന് ചുരുട്ടിയെടുത്ത് അതിൻ്റെ നടുഭാഗം മുറിച്ച് ഇങ്ങനെ ബേക്കിംഗ് ട്രേയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ റോൾ ചെയ്ത് നടുഭാഗം മുറിച്ച് ട്രേയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം അതിൻ്റെ മേലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്രിസ്പി ആവും ചെയ്യും, അതുപോലെ ഭയങ്കര ഡ്രൈ ആയി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ഓവനിൽ ഞാൻ ചെയ്തത് 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ സെറ്റപ്പ് നോക്കി അതിനനുസരിച്ച് ചെയ്യുക. ചിലതിൽ മാറ്റങ്ങൾ വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അത് ചൂടായി ബേക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി, നന്നായി തണുക്കണ്ട, ചെറുതായിട്ട് നല്ല ചൂടൊന്ന് വിടണം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സംഭവത്തിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് അത് വലിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അത് ബാക്കി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അത് എന്താ പറയുക, അപ്പോൾ ചിലവർക്ക് മധുരം ഇഷ്ടം ഉണ്ടാവില്ല, എങ്കിൽ പോലും ഇത് നമ്മൾ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഒരു 5-6 പീസൊക്കെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ പിന്നെ ഫില്ലോ ഡോ ഒന്നല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്,
സമൂസയുടെ ആ ഷീറ്റാണ്. എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമാണ്. നമ്മൾ ഇടയ്ക്ക് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നോമ്പ് കാലത്ത് വാങ്ങി വെച്ചത് ബാക്കി ഉണ്ടാവും. അതൊക്കെ വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.